ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷാപ്പ് കോട്ടക്കൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്താ സംഭവിച്ചത്, ഇവിടെ കുറേ ആളുകൾ ഒമാനിൽ വന്ന പാടെ വൈഫൈ എടുക്കാറുണ്ട്. പല കണക്ഷൻ, ഒമാൻടെലായിക്കോട്ടെ, ഉറൂദായിക്കോട്ടെ, ആവാസിലായിക്കോട്ടെ, പല വൈഫൈ കണക്ഷനുകൾ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം സമയത്തിന് പൈസ അടച്ചു പോവുക എൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കുറേ ആളുകൾ നമ്മൾ കണക്ഷനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇനി അഥവാ ക്യാൻസൽ അടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്യാതെ പോകും. ഇല്ലെങ്കിൽ നമ്മൾ ലീവിന് പോയിട്ട് പിന്നെ തിരിച്ചു വരില്ല. നമ്മൾ വിചാരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് റിജക്റ്റ് ആയിക്കോളും, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയിക്കോളും എന്ന് വിചാരിക്കും. പക്ഷെ അത് ക്യാൻസൽ ആവില്ല. എല്ലാ മാസവും പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പൈസ കൂടി വരും. അപ്പം നമുക്കതൊരു ബാധ്യതയായി മാറും. ആരെങ്കിലും വൈഫൈ കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സമയത്ത് നമ്മൾ പൈസ അടച്ച് ക്ലിയർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. കുറേ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇങ്ങനെ സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോയിലൂടെ തന്നെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മൾ ക്യാൻസൽ അടിച്ച് പോകുന്ന സമയത്ത് പൈസ എയർപോർട്ടിൽ അടക്കേണ്ടി വരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കമ്പനി നമുക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എയർപോർട്ടിൽ അടക്കേണ്ടി വരും നമ്മൾ ക്യാൻസൽ ആക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അതിങ്ങനെ ബാധ്യത വരും. ഇനി നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഒമാനിൽ തിരിച്ചു വന്നാലും അത് അവിടെ എടുക്കും. ഇവിടെ ഒമാനിൽ എത്രവട്ടം വന്ന് വീണ്ടും എത്ര പ്രാവശ്യം വന്നാലും ID കാർഡിൽ സെയിം നമ്പറായിരിക്കും നമുക്ക് ലഭിക്കുക. അത് മറക്കണ്ട. നമ്മളെ പൈസ അടക്കണ്ട. അത് ഓട്ടോമാറ്റിക്കായി ക്യാൻസലായി പോയിക്കോളെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കരുത്. ആരെങ്കിലും ഇതുപോലെ വൈഫൈ കണക്ഷനോ പോസ്റ്റ് പെയ്ഡ് കണക്ഷനോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ സമയത്ത് പൈസ അടക്കുക. ആവശ്യമില്ലെങ്കിൽ ക്യാൻസലാക്കി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് നാട്ടിൽ പോകാൻ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രശ്നങ്ങളായി നിൽക്കുന്ന സമയത്തോ ആയിരിക്കും, ഇല്ലെങ്കിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കൂടെ വരിക. അപ്പോൾ നല്ല ടെൻഷൻ അടിക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ വൈഫൈ കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ നമ്പറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് നിങ്ങൾക്ക് നമ്പർ എടുത്ത് മെസ്സേജ് അയക്കാം. പിന്നെ അതേപോലെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.